നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാത്തിരുന്നിട്ട് കാണാതെ പോയ അന്ന് പറഞ്ഞ പോലെ മരണത്തെ കുറിച്ച് ചിന്തിക്കോ വരുൺ? പോകാതെ പറ്റില്ല, കാണാതെ പറ്റില്ല. വെറും പണം തരും, പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇതെല്ലാം കൊണ്ടുപോകണം. അഭിനയിച്ചതിന് കൂലി കിട്ടുന്ന പോലെ ഇതെനിക്കുള്ള കൂലി തന്നെയാ. മോളെ, അയ്യോ, എന്തു പറ്റി മോളെ? ഒന്നുമില്ല മുത്തശ്ശി. എന്തേ? അല്ല, മോളുടെ മുഖത്തെന്തോ പരിഭ്രാന്തി പോലെ. എനിക്കിവിടെ എന്താ പ്രശ്നം മുത്തശ്ശി? എന്തെങ്കിലും മനസ്സിൽ തോന്നിയാ തന്നെ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വരില്ലേ? മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാല് എന്റെ എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശി തീർത്തു തരില്ലേ? വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോ വരുണു നിന്നോട് സ്നേഹം കൂടിയോ? ആ ഉവ്വ്, വരുൺ എന്നോട് നന്നായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല. എന്തോ ഒരു കാലക്കേട്, അത് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോട്ടെ. എന്റെ കുട്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അത് വിട്ടേക്കും മുത്തശ്ശി. ആ അല്ല, മുത്തശ്ശി എങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഏയ് അല്ല. അല്ല, മുത്തശ്ശി ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. ആരൊരുങ്ങി? ഇതൊക്കെ ഞാൻ സാധാരണ ഇടുന്നതും ഉടുക്കുന്നതും ഒക്കെ അല്ലേ. പക്ഷേ ഏത് വേഷത്തിലാണെങ്കിലും മുത്തശ്ശി ഒരു സുന്ദരി കുട്ടിയാ. ഒന്ന് പോ മോളെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞങ്ങളൊക്കെ കണ്ണാടിക്ക് മുന്നില് എത്ര മത്സരിച്ചൊരുങ്ങിയാലും ഒപ്പം പിടിക്കാൻ പറ്റില്ല. ഈ അസുഖം അവനും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും മോളെ. ഞാൻ കളിയാക്കിയതല്ല മുത്തശ്ശി, കാര്യം പറഞ്ഞതാ. ശരി ശരി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാശം പിടിച്ച തള്ള എന്തിന്റെ ഇടയിലും കേറി വന്നോളും. എല്ലാം കൃത്യമായിട്ട് നടന്നാലേ നാളെ ഞാനൊരു സിനിമാ താരമാവും. നാളെ വൈകുന്നേരം ക്ഷേത്രത്തിന്റെ കുളക്കരയിൽ വാ. നീ അവിടെ ഉണ്ടാവണം. ഇനി അഥവാ നീ വന്നില്ലെങ്കിൽ നിനക്കെന്നോട് ഒരു തരി പോലും ഇഷ്ടമല്ലെന്ന് ഞാൻ മനസ്സിലാക്കും. നോക്ക്, അതിനപ്പുറം ഞാൻ ജീവിക്കില്ല. ഈശ്വര, വരുൺ എന്നോട് കുളക്കടവിൽ കാണാന്ന് പറഞ്ഞ സമയായി. ചെല്ലാതിരുന്ന എന്തേലും കുഴപ്പമുണ്ടാവോ? വരുൺ എന്തേലും ബുദ്ധിമോശം കാണിക്കോ? ഭഗവാനെ, വരുണ് വരാൻ തോന്നാതിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. പരസ്പരമുള്ള ഈ കാഴ്ച ഒഴിവാക്കി തരണേ. കാത്തിരുന്നിട്ട് കാണാതെ പോയ അന്ന് പറഞ്ഞ പോലെ മരണത്തെ കുറിച്ച് ചിന്തിക്കോ വരുൺ? പോകാതെ പറ്റില്ല, കാണാതെ പറ്റില്ല.
ഉം. വരുൺ എവിടെ പോകുന്നു? ദേ, നമ്മൾ തമ്മിൽ ഇനി അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. നമുക്കിടയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നമ്മളങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. സോറി, ഭാര്യ എന്ന അവകാശത്തിലല്ല വരുൺ എവിടെ പോകുന്നു എന്ന് ചോദിച്ചത്. ഉം. ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങും. അതിനു മുൻപ് വരുൺ തിരിച്ചെത്തുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആ, ഞാൻ ഒരുപാട് ലേറ്റായിട്ടേ വരൂ. അപ്പോഴേക്കും ഞാൻ പോയിരിക്കും. വരുൺ എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട്. താങ്ക്സ്. വാക്ക് തെറ്റിക്കില്ലല്ലോ? ഏയ്, പണം എന്റെ അക്കൗണ്ടിൽ വരില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. പണത്തിന്റെ പേരില് താൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരില്ല. ഉം. 1-2 ദിവസത്തിനുള്ളിൽ പണം തന്റെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഞാനേ അങ്ങനെ വാക്കൊന്നും തെറ്റിക്കാറില്ല. ആ. അപ്പൊ പിന്നെ ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും സിനിമകളുടെ തിരക്കില് എപ്പോഴെങ്കിലും എന്നെ കണ്ടാ വരുൺ അടുത്ത് വരണം. ആ. കൂടെ വരുണിന്റെ സ്വപ്നസുന്ദരി ഉണ്ടാവുമല്ലോ. ആ. ഒന്ന് പരിചയപ്പെടുത്തി തരണം. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഞാൻ പരിചയപ്പെടുത്തും. നിന്നെയും. അപ്പോ ഗുഡ് ബൈ. ബൈ. നീ നിന്റെ ജീവിതത്തിലേക്ക്, ഞാൻ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.